ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇത്തവണത്തെ വീഡിയോ നമ്മൾ കർമ്മേരി നമ്മൾ ഫാമിലിത്തെ കുറച്ചൊക്കെ പേര് കൂടിയിട്ട് ജസ്റ്റ് ഒരു ബോട്ടിങ്ങിന് പോയതും പിന്നെ വൈകുന്നേരം നമ്മൾ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാനായിട്ട് പുറത്തു പോയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ വൈകിട്ടൊരു 4-5 മണിയാകുമ്പോഴത്തേനും എല്ലാവരും ഈ ഒരു പാർക്കിലേക്ക് വരാനാണ് കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് എല്ലാവരും കൂടിയിട്ട് ബോട്ടിങ്ങിൻ്റെ അവിടേക്ക് പോയാലും പിന്നെ എന്താണോ നമ്മളെ പ്ലാൻ അതൊക്കെ ചെയ്യുക എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മാത്രമല്ല ഇവിടെ ഇതുപോലെ കുറേ ഫാമിലീസ് അവരെ കുട്ടികളായിട്ട് വന്നിട്ടുണ്ട്. ഇത് കർമ്മയിലുള്ളൊരു ഫ്രീ ആയിട്ട് എൻട്രി ഉള്ള ഒരു പാർക്കാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം ആളുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ അത്യാവശ്യം നേരം സ്പെൻഡ് ചെയ്യുകയും ചെയ്യുക. അത്യാവശ്യം തണലുകൾ ഉള്ളതുകൊണ്ട് പാരൻസിനും അവിടെ തന്നെ ഇരിക്കാം കേട്ടോ. അപ്പോൾ അതാ ഈ കാണുന്ന മരം ഈ പാർക്കിന് നല്ല തണലുമാണ്, നല്ല ഭംഗിയുള്ളൊരു മരമാണ് കേട്ടോ. അപ്പോൾ അതാ ഈ കാണുന്നതൊക്കെ നമ്മളെ കുട്ടികൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കണുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ കുറച്ച് നേരം പാർക്കിൽ സ്പെൻഡ് ചെയ്യുമ്പോഴത്തേനും ബാക്കിയുള്ള എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എത്തിയോണ്ട് തന്നെ നമ്മൾ നേരെ ബോട്ടിങ്ങിന് പോകാമെന്ന് കരുതിയിട്ടാണ്. കാരണം ഒരു 6:30 വരെയൊക്കെയാണ് ബോട്ടിങ്ങിൻ്റെ ടൈം ഉള്ളത്. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങ് തീർക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ ബോട്ടിങ്ങുള്ള ഭാഗത്തേക്ക് നടക്കുകയാണ്. നമ്മളെല്ലാവരും കൂടെ വന്നിട്ടുള്ള ആ പാർക്കിൽ നിന്ന് കുറച്ച് ദൂരം ഒന്ന് നടക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും കഥകളൊക്കെ പറഞ്ഞ് കുറച്ച് ദൂരം നടന്ന് നമ്മൾ ബോട്ടിങ്ങിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണേ. അങ്ങനെ ഇതാ നമ്മൾ ബോട്ടിങ്ങിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈവനിങ് ആയതുകൊണ്ട് തന്നെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ ഇന്നത്തെ ക്ലൈമറ്റും. അങ്ങനെ ഇതാ ഈ ഒരു ബോട്ടിലാണ് നമ്മൾ പോകാൻ പ്ലാൻ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാ എത്തുന്നവർ വേഗം കയറി സീറ്റ് പിടിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ അവിടെ ഓൾറെഡി കുറച്ച് ഫാമിലീസൊക്കെ എത്തിയിട്ടുണ്ട്, അവർ കയറി ഇരുന്നിട്ടുണ്ട്. അപ്പം നമ്മളും വേഗം തന്നെ അവിടെ കയറി ഇരിക്കാമെന്ന് കരുതി. അപ്പോൾ ഇതാ അടിയിലും മേലൊക്കെ ആയിട്ട് സീറ്റിംഗ് ഉണ്ട്. നമ്മൾ നല്ല വ്യൂ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് മേലത്തെ സീറ്റിങ്ങിൽ പോകാമെന്ന് കരുതിയിട്ടാ. അപ്പോൾ ഇതാ എത്തുന്നവർ ലൈഫ് ജാക്കറ്റൊക്കെ എടുത്ത് മേലോട്ട് കയറുകയാണ്. ഞാനിതിൻ്റെ സൈഡ് സീറ്റിൽ തന്നെ കയറി ഇരുന്നിട്ടാ. പിന്നെ കുറച്ച് പേരും കൂടി നടന്ന് വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സീറ്റും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വേറെ ആളുകളും വരുന്നതുകൊണ്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കാമെന്ന് കരുതിയിട്ടാ. അപ്പോൾ അതാ എത്തുന്നവർ കയറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരത്തിനുള്ളിൽ നമ്മളെ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. ശരിക്കും ഫാമിലി ആയിട്ട് വരുന്ന സമയത്ത് അടിയത്തെ സീറ്റിങ്ങിൽ ഇരിക്കുകയാണ് നല്ലത് കേട്ടോ. അതാകുമ്പോൾ എല്ലാവരും കൂടെ ഫേസ് ടു ഫേസ് കാണുന്ന രീതിയിൽ ഇരിക്കുക. നമ്മളാണെങ്കിൽ നല്ല വ്യൂ ആവാമെന്ന് കരുതിയിട്ടാണ് മേലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കൂടാതെ വേറെ കുറച്ച് ഫാമിലീസ് നമ്മളെ ബാക്കിലായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നല്ല കാറ്റും കാര്യങ്ങളൊക്കെയാണ്. കാരണം വെയിലൊക്കെ പോയതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലൈമറ്റും ആയിരുന്നു കേട്ടോ. പിന്നെ ഇതാ സൺസെറ്റിൻ്റെ ടൈമും ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവറാണ് ഈ ഒരു ബോട്ടിങ് വരുന്നത് കേട്ടോ. ഒരാൾക്ക് 100 റുപ്പീസ് ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ ആളുകൾ കൂടുന്നതിനനുസരിച്ച് അവർ ചെറുതായി അഡ്ജസ്റ്റ് ചെയ്ത് തരുമൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ ബോട്ടിങ് ആസ്വദിക്കാമായിരുന്നു. പോണ വഴിക്ക് ഇതുപോലെ കുറേ ഫിഷിംഗ് ബോട്ടുകളൊക്കെ കാണാം കേട്ടോ. നല്ല ഭംഗിയാണ് ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് നല്ല സൺസെറ്റൊക്കെ കണ്ട് ഇങ്ങനെ പോകാൻ നല്ല രസം തന്നെയാണ്.
അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഉള്ളിവട വിതരണമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ യാത്ര കേട്ടോ. എല്ലാവരും ചായ കുടിക്കാതെ വന്നിട്ടുള്ളതുകൊണ്ട് ചെറുതായിട്ട് എല്ലാവർക്കും വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ബോട്ടിങ് കഴിഞ്ഞിട്ട് വേണം ചായയും പലഹാരമൊക്കെ കഴിക്കാൻ എന്നുള്ള രീതിയിലാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കൂടെ വന്നിട്ടുള്ള ആൾക്കാർ കേട്ടോ. എല്ലാവരും ഇതങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരത്തെ ബോട്ട് യാത്രയ്ക്ക് ശേഷം നമ്മൾ നേരെ തിരിച്ച് നമ്മളെ കർമ്മയുടെ അവിടെ തന്നെ എത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മളെല്ലാവരും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് കരുതി എല്ലാവരും പോസ്റ്റ് ചെയ്യുന്ന തിരക്കിലാണ്. കാരണം നമ്മൾ കാര്യമായിട്ട് ഫോട്ടോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അടിയിലേക്ക് ഇറങ്ങിയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ എല്ലാവരും. പിന്നെ ബോട്ടിൽ നല്ല പാട്ടൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ കുട്ടികളൊക്കെ കുറച്ച് ഹാപ്പിയായി. അവരൊക്കെ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് കേട്ടോ നമ്മൾ പുറത്തിറങ്ങിയത്. ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും അതിൻ്റെ പുറത്ത് ഇങ്ങനെ ചെറിയൊരു സീറ്റിങ്ങും കാര്യങ്ങളുണ്ട് കേട്ടോ. അവിടെ അങ്ങനെ വന്നിരുന്ന കഥ പറയുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് എവിടുന്ന് ചായ കുടിക്കും, എവിടുത്തെ സ്നാക്സാണ് നല്ലതെന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതുകൂടാതെ അടുത്ത ട്രിപ്പിനുള്ള പ്ലാനിങ് വരെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ അധികമായിട്ടില്ല, കുറച്ചായിട്ട് ഓപ്പൺ ആയിട്ടുള്ള നമ്മൾ ഓൾഡ് സ്കൂൾ ടീക്ക് പോകാമെന്ന് കരുതി. അപ്പോൾ ഇതാണ് നമ്മൾ ഓൾഡ് സ്കൂൾ ടീ ചായക്കട. ഇവിടെ നമ്മൾ 2-3 വട്ടം വന്നിട്ടുണ്ട്. നല്ല ചായയാണ് കേട്ടോ. ഇവിടുത്തെ സ്നാക്സും വലിയ കുഴപ്പമില്ലാത്ത തന്നെയാണ്. അപ്പോൾ എല്ലാവരും അവിടെ എത്തി. നമ്മൾ വന്ന സമയത്ത് കുറച്ച് റഷ് ഉണ്ടായിരുന്നു. അവിടെ സീറ്റൊക്കെ കുറവായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാണ്. അപ്പോൾ അത്യാവശ്യം പലഹാരങ്ങളൊക്കെ ഉണ്ട്. ഉമ്മച്ചി റിഫിത്തും കൂടിയിട്ടാണ് അതിൻ്റെ സെലക്ഷനും പങ്കുവെക്കലും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ കിട്ടുന്നവർ സീറ്റിൽ കയറി ഇരിക്കുന്നുണ്ട് അപ്പുറത്ത്. അപ്പോൾ നമ്മളിനി ചായ കുടിക്കാനുള്ള പ്ലാനിലാണ്. ഒരുവിധ ആൾക്കാരൊക്കെ പോയപ്പോൾ നമുക്ക് എല്ലാവർക്കും സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്നാക്സിനും ചായക്കും വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും ആണെങ്കിൽ നന്നായിട്ട് വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. വൈകുന്നേരം നമ്മൾ ചായ ഒന്നും കുടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ റിഫിത്ത ഉമ്മ കൂടിയിട്ട് സ്നാക്സും ചായയൊക്കെ ഇട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് കഴിക്കാനുള്ള തിരക്കാണ് കേട്ടോ അടുത്തത്. അപ്പോൾ നല്ല ചിക്കൻ പൊട്ടിത്തെറിച്ചതും നല്ല കായ്പോള, പിന്നെ ക്യാരറ്റ് പോള, ചിക്കൻ റോള്, ഇതൊക്കെയാണ് ഐറ്റംസ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഓരോന്ന് വെച്ച് കഴിക്കാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപാടെ എല്ലാവരും വിശന്നുകൊണ്ട് ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. നമ്മൾ വീഡിയോ എടുക്കൽ കഴിഞ്ഞിട്ട് വേണം അവർക്ക് ഇതൊക്കെ കഴിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കലും അതിൻ്റെ ഇടയ്ക്ക് കഴിക്കലും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നല്ല ആക്രാന്തത്തിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ നല്ല നന്നായി വിശന്ന് തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും. അപ്പോൾ കിട്ടിയ സ്നാക്സൊക്കെ കയ്യിലെടുത്ത് ഞാനും ഓടിപ്പോയി. പിന്നെ ചായ കുടിച്ചുകൊണ്ടിരിക്കാമെന്ന് വിചാരിച്ചു.
അപ്പോൾ അതാ കുറച്ച് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മളെ ചായയും എത്തിയിട്ടുണ്ട്. അപ്പോൾ ചായ ഒക്കെ കുടിച്ച് പിന്നെ കുറച്ച് പേര് മറ്റേ വെള്ളച്ചായ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു.